പല അപവാദങ്ങളും ബന്ധപ്പെട്ട് നടന്ന കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രധാന തൊണ്ടി എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ അത് കോടതിയിലെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു. അത് ആര് കൊണ്ടുപോയി, എന്താവശ്യത്തിന് കൊണ്ടുപോയി, എന്താവശ്യത്തിന് ഇത് പരിശോധിച്ചു എന്നുള്ളതൊക്കെ ദുരൂഹമായി തുടരുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുപോയതല്ല, സത്യം തെളിയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതല്ല. പോലീസ് ഉദ്യോഗസ്ഥരല്ല കൊണ്ടുപോയത്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന സാധനം എങ്ങനെ പുറത്തുപോയി, എങ്ങനെ അസമയത്ത്, കോടതി പ്രവൃത്തി സമയത്തല്ല, 10 മുതൽ 5 വരെയുള്ള സമയത്തല്ല, രാത്രി 10 മണിക്ക് ശേഷം ഇതാര് പരിശോധിച്ചു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ പ്രതികളുടെ പേരിലുള്ള കുറ്റാരോപണം നിലനിൽക്കുമ്പോൾ തന്നെ കോടതിയുടെ പ്രവർത്തനം സംശയത്തിൻ്റെ നിഴലാവുകയാണ്. നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് ജുഡീഷ്യറിയിലാണ്, നീതിപീഠത്തിലാണ്. നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിജീവിതയും പ്രോസിക്യൂഷനും പോലീസും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നീതി എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചോ, അല്ലെങ്കിൽ എവിടെ നിന്ന് നീതി കിട്ടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചോ, ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അതിനേക്കാൾ വലിയ അനീതി നടക്കുകയാണ്. 2 വശമുണ്ട്. ഇപ്പം നടത്തിയിട്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറിയാണ്. ഇങ്ങനെ ഒരു സാധനം പുറത്തു പോയി എന്ന് റിപ്പോർട്ട് കിട്ടുന്നു. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിചാരണ കോടതിയിലെ ജഡ്ജിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എങ്ങനെ ഇത് പുറത്തു പോയി, ഇതിൽ ഹാഷ് വാല്യൂ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ, മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം നടക്കും. അവരുടെ മുമ്പിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ രേഖപ്പെടുത്തി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുള്ളൂ. ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. അത് മജിസ്ട്രേറ്റിൽ അന്വേഷണം അല്ല നടത്തേണ്ടത്, പോലീസ് അന്വേഷിക്കണം. അതിൽ കുറ്റവാളികളായ ആളുകളുടെ പേരിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, അല്ലെങ്കിൽ സൈബർ ലോയിലെ വ്യക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. ഈ കുറ്റവാളികളായ ഒരാളും ഇതിൽ അന്വേഷണം തീരുന്നവരെ, അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരാകുന്നവരെ സർവീസിൽ തുടരാൻ പാടില്ല. അങ്ങനെ ഒരു ക്ലാർക്കിനെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിച്ചു കൊടുത്ത മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ കൊണ്ടുപോയ ക്ലാർക്കാണ് കൊണ്ടുപോയെങ്കിൽ അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മജിസ്ട്രേറ്റ് എൻ്റെ അടുത്ത് തന്നു അയച്ചു എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ കൊണ്ടുപോയെന്ന് വെച്ചാൽ തന്നെ എനിക്കത് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ആരാണിത് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന കാര്യം ആദ്യം പുറത്തു വരണം. ആരിത് ഏൽപ്പിച്ചു കൊടുത്തു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു? ഇത് ഉണ്ടംപൊരിയോ ബോണ്ടയോ ഒന്നും അല്ലല്ലോ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഇത് കോടതിയിൽ ഉത്തരവാദിത്തോട് ഏൽപ്പിച്ച തൊണ്ടി മുതലാണ്. അത് ചെറിയ കാര്യമല്ല, വളരെ കൂളലൊക്കെ സൃഷ്ടിച്ച കേസാണ്. നമ്മുടെ ശ്രീ ജസ്റ്റിസ് സുനിൽ തോമസ് ജാമ്യ ഹർജി തള്ളിക്കൂട്ടൽ ഉത്തരവിൽ പറഞ്ഞ പോലെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കേസാണ്. അങ്ങനെ ലോകമഹാത്ഭുതമായി നിൽക്കുന്ന ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി സാധനം വെറും ഒരു ക്ലാർക്കിനെ വിശ്വസിച്ച് വീട്ടിൽ കൊടുത്തു വിട്ട മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരിപ്പോഴും ഏതോ സ്ഥലത്തിരുന്ന് നീതി നടപ്പാക്കുകയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അത്ര നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു മജിസ്ട്രേറ്റ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് അപമാനമല്ലേ? തീർച്ചയായിട്ടും അപമാനമാണ്. ഇനി ആരല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയല്ല. അത് ആരൊക്കെ പരിശോധിച്ചു, ഏതൊക്കെ ദിവസങ്ങളിൽ പരിശോധിച്ചു? ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥയുണ്ടല്ലോ. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചു. നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇതിന് ഉത്തരവാദിത്തം വേണം. മാത്രമല്ല, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ നിരവധി അനവധി വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഓരോ മനുഷ്യനിലും ഇൻബിൽട്ടായിട്ടുള്ളതാണ്. അത് മൗലിക അവകാശമാണ്. ഇവിടെ വലിയ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി, അതിജീവിത എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഇര എന്നുള്ള വാക്കാണ് ശരി. അവർ പ്രതികളുടെ ഇരയായി, ഇപ്പോൾ നീതിന്യായ സംവിധാനത്തിൻ്റെ ഇരയായി. അപ്പോൾ ഇര എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ദൃശ്യങ്ങൾ, അതെ ദൃശ്യങ്ങൾ കോടതിയുടെ അതിക്രമത്തിൻ്റെ ഇരയായി. അത് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു, അനധികൃതമായി കാണപ്പെട്ടു. അത് ശരിയല്ലല്ലോ. അവരുടെ സ്വകാര്യത ലംഘിച്ച ആരാണ്? നീതിന്യായ പീഠമാണ്, നീതിപീഠമാണ്, അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അത് സത്യമായിട്ടും ജിജ്ഞാസ കൊണ്ട് പരിശോധിച്ചാവാൻ സാധ്യതയില്ല. ജിജ്ഞാസ മാത്രമാവില്ല, അതിൻ്റെ പുറകിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്, കരുതലുണ്ട്. ഇത് നീതിന്യായ സംവിധാനത്തിൻ്റെ അതിഭയങ്കരമായ ലംഘനമാണ്. ആ സ്ഥാനത്തിരിക്കാൻ ഇവരാരും യോഗ്യരല്ല. അത് തീർച്ചയായിട്ടും ശരിയാണ്. ഈ കേസിനെ സംബന്ധിച്ചോളം ആദ്യം മുതൽക്കുണ്ടായിരുന്നൊരു വലിയ ഹാൻഡിക്യാപ്പ് എന്താ വെച്ചാൽ, ഒന്നാമത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് ശരിയല്ല. കോടതിയിലെ ദൈനംദിന അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഈ ബലാത്സംഗ, മാനഭംഗ, പീഡന കേസുകളൊക്കെ കുറിച്ച് അതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥ നമ്മുടെ നിയമത്തിലുണ്ട്. പിന്നെ വിവാഹമോചന കേസുകളുടെ വാർത്തകൾ ഡേ ടു ഡേ ബേസിൽ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. അത് ഇരകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിലൊരു പ്രത്യേകത വെച്ചാൽ
ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, TV ചാനലുകൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ പ്രതികളുടെ താല്പര്യപ്രകാരം കൊടുത്തു എന്നുള്ളത്. പ്രതികൾ ഒരു അപേക്ഷ കൊടുക്കും, ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ടെലിവിഷൻ ചാനലിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഇത് പത്രത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവ് പാസാക്കും. അത് തന്നെ ഒരു തരംതിരിഞ്ഞ ഉത്തരവാണ്. ആ ഉത്തരവ് വന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഇതിൽ പല ചാനലുകാരും അനുഭവിച്ചതാണ്. പിന്നീട് പ്രതികളുടെ താല്പര്യപ്രകാരം പ്രധാനപ്പെട്ട TV ചാനലുകൾക്കെതിരായിട്ട്, പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെതിരായിട്ട് കേസെടുക്കുന്നു, കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുന്നു, കോടതി ഉത്തരവ് ലംഘിച്ചു, തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കും. അത് ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ്. സത്യത്തിൽ ഇത് ഈ ഇരയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് ഒരു പരിചയമായിട്ട് കൊടുത്ത അവകാശമാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുന്നത്. അത് പ്രതികൾ ഒരു വാളായിട്ട് ഉപയോഗിക്കുന്നു. ആർക്കെതിരായിട്ട്? മാധ്യമങ്ങൾക്കെതിരായിട്ട്. ഇതും ഒരു കാര്യം. പിന്നെ ഇതിലെ ന്യായാധിപതിക്കെതിരായിട്ടുണ്ടായ ആക്ഷേപങ്ങൾ, അതിനൊക്കെ നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. അതുപോലെ പ്രോസിക്യൂട്ടർമാർ നിരന്തരമായിട്ട് രാജിവെച്ച് പോകുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കേരളത്തിൽ എത്ര കേസുകളുണ്ടായിട്ടുണ്ട്, എത്ര ഇതിൽ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയി? അപൂർവത്തിൽ അത്യപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. ഇനി ഒരു പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയെങ്കിൽ വേറൊരു പ്രോസിക്യൂട്ടർ വരും, രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോകുന്നു, മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ വരുന്നു, അയാൾ രാജിവെച്ച് പോകുന്നു, നാലാമത്തെ പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ കേസ് നടത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് ചെറിയ സംഭവമല്ലല്ലോ. ഇത് IG ഓഫ് പോലീസ് അടക്കം അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച കേസാണ്. നമ്മുടെ B സന്ധ്യ IPS എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥന് മേൽനോട്ടം വഹിച്ചത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഡേ ടു ഡേ ബേസിൽ അന്വേഷണം നടത്തിയത്. ഇങ്ങനെ ഒരു കേസ്, ഇത്രയും കൂളലൊക്കെ സൃഷ്ടിച്ച കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അത്യസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്. ഏത്? കോടതിയിൽ തൊണ്ടിയായിട്ട് ഹാജരാക്കിയ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട സാധനം, അത് ഫയലായിക്കോട്ടെ, ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ മെമ്മറി കാർഡായിക്കോട്ടെ, അതിൻ്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറ്റം വന്നു? അത് ആ സമയത്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു? എന്തൊരു അതിക്രമമാണ് ഇവിടെ നടക്കുന്നത്? പ്രതികൾ ചെയ്ത അക്രമം നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് അതിൻ്റെ താല്പര്യമുണ്ട്, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, അല്ലെങ്കിൽ അവരതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അക്രമം ചെയ്തത്. ഇത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് പോകില്ലേ? അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടെ ദിലീപ് അല്ല പ്രശ്നം. ദിലീപ് ഈ സംഭവത്തിൽ അതിനൊരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് പോലും അദ്ദേഹത്തിന് ഇല്ല. ഇത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വെറും ആരോപണമല്ല എന്നിപ്പോൾ റിപ്പോർട്ട് കൊണ്ട് വ്യക്തമായി. ആരാണത് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കണ്ടേ? അത് മജിസ്ട്രേറ്റാണോ ചെയ്തത്, അതോ ബെഞ്ച് ക്ലാർക്കാണോ ചെയ്തത്, തൊണ്ടി ക്ലാർക്കാണോ ചെയ്തത്, ശിരസ്ഥത ആരാണോ ചെയ്തത് നമുക്കറിയണ്ടേ? നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, അതിജീവിതയ്ക്ക് ബോധ്യം വരട്ടെ. എന്തുകൊണ്ട് ഇത് പുറത്തുപോയി? എന്തുകൊണ്ട് ആ സമയത്ത് രാത്രി 10 മണിക്ക് ശേഷം ഇത് പരിശോധിച്ചു? ആർക്കായിരുന്നു ഇത് കാണാൻ ഇത്ര ജിജ്ഞാസ? എന്തായിരുന്നു അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം? അത് വ്യക്തമാവണ്ടേ? ആ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ നടപടി എടുക്കണ്ടേ? ചീഫ് ജസ്റ്റിസ് എല്ലാ ദിവസവും റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ജഡ്ജ്മെൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും കുറച്ച് കോടതിയുടെ കാര്യത്തിലെങ്കിലും ബോധ്യം വരട്ടെ. കോടതി നടപടികൾ ഇപ്പോൾ സമീപകാലത്ത് വന്ന ഒരു വിധി, ഈ ഇരകളുടെ അവകാശം പോലെ പ്രതികളുടെ അവകാശമുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയെ ശിക്ഷിക്കുമ്പോൾ ഒരു പ്രതിയെ ശിക്ഷിച്ചു എന്ന് എഴുതാൻ പാടുള്ളൂ, ആളുടെ പേര് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. ഈ സമയത്ത് വിധി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നടത്ത് ഇന്നയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് എഴുതാൻ പാടില്ല. അത് ഒരാളെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 65 വയസ്സുള്ള ഒരു മനുഷ്യരെ അറസ്റ്റ് ചെയ്തു, എന്താ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് വിധി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രൈവസിയെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ നീതിപീഠം. ഇതുപോലെ കോളറൊക്കെ സൃഷ്ടിച്ച ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയ്ക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ടിക്ക് ഇങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഇത് വേറെ ആര് ചർച്ച ചെയ്യും? ഞാൻ പറഞ്ഞു, ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ഒരു സിനിമാ നടിയാണ്, അല്ലെങ്കിൽ സിനിമാ നടന്മാരാണ്, അവരുടെ വാടക കുട്ടികൾ, അതൊക്കെ മാറ്റി നിർത്തുക. ഒരു മനുഷ്യ വ്യക്തി ആണ് ആര് തന്നെയായാലും ആ കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്ന മൊഴി അച്ചടിച്ച് നാളെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പറ്റൂല്ലോ. അതെന്തുകൊണ്ടാണ്? നിയമത്തിൽ വിലക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ഇതുപോലെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിവിടെ പ്രിവിലേജഡ് അല്ലാത്ത പെൺകുട്ടികളുണ്ടല്ലോ. നോക്കൂ, ഒരു കോടതിയിൽ എത്തിയിട്ട് നേരത്തെ ജയശങ്കർ സാർ കൃത്യമായി പറഞ്ഞു. എന്നിരുന്നാലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, കണ്ടന്റിന്റെ മാറിയിട്ടില്ല. പക്ഷേ മൊത്തമായിട്ടുള്ള ആ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. കണ്ടന്റ് വേറെയാണ്, ഫയലിന്റെ വേറെയാണ്. പിന്നെ ഒരു ഫോണിലിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസിലിട്ടിട്ടോ ഇത് ഒരു തവണ തുറക്കുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നുകിൽ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാനും പറ്റും. ഇങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലും ഇത് കൈമാറി
ചെയ്യപ്പെടുകയും പലരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതിജീവിതയുടെ പ്രൈവസിയെ ബാധിക്കുന്ന സംഗതി. ഈ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ട ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ റൈറ്റ് ടു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എൻ്റെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത്. ഈ അതിജീവിത ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിജീവിത തന്നെയാണ്. ഓരോ സമയത്തും കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത് പറയുമ്പോൾ, ഇത് അന്വേഷണം നടത്തുമ്പോൾ, ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും ഇതിൻ്റെ ഒപ്പം കൂടെ നിൽക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും കൂടി ഞാൻ പറയുകയാണ്. അത് ഒന്നാമത്തെ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ടു, ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നു, ഷോക്കിംഗ് ആണ്. എന്നാലും ചില ജഡ്ജിമാർ ഉണ്ടാവും, ബാക്കി അവരെ ഞാൻ വിശ്വസിക്കുന്നു, നീതി കിട്ടുന്നത് വരെ പോരാടും എന്നാണ് ഇന്ന് അതിജീവിത പറഞ്ഞത്. നോക്കൂ, അതോടൊപ്പം പറയാനുള്ളത് ഈ ജുഡീഷ്യറിയിലെ 1-2 ജഡ്ജസ് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. ഇത്തരം റോട്ടൻ ആയിട്ടുള്ള ജഡ്ജസോ ജസ്റ്റിസുമാരോ മജിസ്ട്രേറ്റുമാരോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പുഴുക്കുത്ത് ഉണ്ടായാൽ തന്നെ അത് എൻറ്റയർ സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന സംഗതിയാണ്. കാരണം എനിക്കറിയില്ലല്ലോ, ഒരു ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഓഫീസിലെ ഈ ബെഞ്ച് ക്ലർക്കാണ് ഇത് കൊണ്ടുപോയി കള്ളത്തരം കാണിക്കാൻ പോണത്, അല്ലെങ്കിൽ മറ്റൊരു ചെസ്റ്റ് സൂക്ഷിക്കുന്ന ആളാണ്. എനിക്കറിയാൻ പറ്റില്ല ഇതൊക്കെയാണ്. പക്ഷെ ഈ സിസ്റ്റം ഇങ്ങനെ റോട്ടൻ ആവാൻ പാടില്ല. ഈ സിസ്റ്റത്തിന്റെ അകത്ത് ഇത്രയും ഹീനമായ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഇനി നാളെ ഒരു ക്ലർക്കിനെ എടുത്ത് ശിക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം കൃത്യമായ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് പോലെയാണ് വൈഗേരിയസ് ലൈബിലിറ്റി വളരെ ക്ലിയർ ആയിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്വത്തിൽ, എൻ്റെ കോടതിയിൽ, എൻ്റെ ചെസ്റ്റിലിരിക്കുന്ന കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയാൽ കേവലം ഒമിഷനോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ എന്നല്ല, എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്, എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നു എന്നുള്ളതാണ്. ആരൊക്കെ കാണുന്നു നമുക്കറിയില്ല. ഒരുമിച്ചിരുന്ന് എത്ര പേർക്ക് കാണാൻ സാധിക്കും? എത്ര പേർക്ക് ഫോണുകൾ ഓൺ ചെയ്ത് അത് കോപ്പി ചെയ്യാൻ സാധിക്കും? അപ്പം ഹാഷ് വാല്യൂ മാറോ, കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറോ, മൊത്തം ഫയലിന്റെ ഹാഷ് വാല്യൂ മാറോ, ഒന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എൻ്റെ പ്രൈവസി ഈസ് അറ്റ് സ്റ്റേക്ക്. എനിക്ക് ഇനിയും ഈ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല. എൻ്റെ പ്രൈവസി സ്റ്റേക്കിലാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ജുഡീഷ്യറിയുടെ കയ്യിൽ തന്നെയാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. എൻ്റെ നീതി, എൻ്റെ നേരെ ചെയ്ത അതിക്രമത്തിൻ്റെ ഉള്ള നീതി നിഷേധം. ഒരാൾ കൾപ്രിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കൾപ്രിറ്റുകളുണ്ട്. അവർ തെറ്റാണോ, അവർ ചെയ്തതിൽ എത്രത്തോളം എവിഡൻസ് കോടതി കൊണ്ടുവരാൻ സാധിക്കുമോ, അവരെ സംശയത്തിന് അതീതമായി തെളിയിച്ചുകൊണ്ട് അവരെ കുറ്റവാളികളാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നെക്സ്റ്റ്. പിന്നെ ഇതിൻ്റെ എവിഡൻഷ്യറി വാല്യൂം അടുത്തത്. പിന്നെ നമ്മൾ മിറർ ഇമേജ് എടുത്തു വെച്ചിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കോടതികളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന സമയത്ത് ആ കോടതികൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യരെ ചങ്ങലക്കിടുമ്പോൾ, ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ ഈ കോടതികൾ ഇത്രമേൽ മോശമായാണ് കോടതിയിലെ പ്രവർത്തനമെങ്കിൽ, കറപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, കത്തിമാറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊത്താൻ ഉപയോഗിച്ച കത്തിമാറ്റി വെച്ച കേസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പലതും ചാരായി മാറുന്നതും വെള്ളമാവുന്നതും മണ്ണെണ്ണയാവുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയധികം ജനശ്രദ്ധയുള്ള, ഇത്രമേൽ കീഴായിട്ട് അതിജീവിത പോലും നോക്കിയിരിക്കുന്ന, എല്ലാ മനുഷ്യരും ഇതിൽ ശ്രദ്ധിക്കുന്ന, എത്രയും പെട്ടെന്ന് നീതി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം പോലും ഈ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്ന, നമ്മൾ അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പൊതു സ്ട്രീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന അത്രമേൽ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മകൾ, നമ്മുടെ ഒരു അതിജീവിത, നമ്മുടെ സഹോദരി, അവരുടെ നേരെ അത് ചെയ്തിരിക്കുന്നത്. അതൊന്നും അറിയണം. ഞാൻ അത് ചോദിക്കുന്നത്, ഈ അഭിമന്യുവിൻ്റെ കേസിൽ ഫയൽ കാണാതായതാണെങ്കിലും ചെറിയ കാര്യമല്ലല്ലോ. ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നതല്ലേ തീവ്രവാദ സംഘടനക്കാർ, പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന. ആ സംഘടന നിരോധിക്കുന്നതിന് കാരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച ഒരു കാരണം ഈ ചെറുപ്പക്കാരൻ്റെ കൊലപാതകമായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, പ്രതിപക്ഷ പാർട്ടിയാണെങ്കിൽ പോട്ടെന്ന് വെക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആർക്കും ഉത്തരവാദിത്വം? അവിടുത്തെ ഒരു പ്യൂണിനെ പോലും ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരാൾക്കുടെ പേരിലും കുറ്റപത്രം കൊടുത്തിട്ടില്ല, അന്വേഷണം നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? ആർക്കും ഉത്തരവാദിത്വം? ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, ആർക്കാണ് ഉത്തരവാദിത്വം? പിന്നെയും ഉണ്ടല്ലോ കാണാതെ പോയ കേസുകൾ. ഇനിയിപ്പോൾ കാണുന്ന കേസുകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അവിടെ എന്തൊക്കെ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്ക് കുത്തഴിച്ച പുസ്തകം പോലെ ഈ സംവിധാനം പോയാൽ എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി പത്രം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഈ അഭിമന്യുവിൻ്റെ കേസിൽ ഫയൽ കാണാതായതാണെങ്കിലും ചെറിയ കാര്യമല്ലല്ലോ. ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നതല്ലേ തീവ്രവാദ സംഘടനക്കാർ, പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന. ആ സംഘടന നിരോധിക്കുന്നതിന് കാരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച ഒരു കാരണം ഈ ചെറുപ്പക്കാരൻ്റെ കൊലപാതകമായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, പ്രതിപക്ഷ പാർട്ടിയാണെങ്കിൽ പോട്ടെന്ന് വെക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആർക്കും ഉത്തരവാദിത്വം? അവിടുത്തെ ഒരു പ്യൂണിനെ പോലും ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരാൾക്കുടെ പേരിലും കുറ്റപത്രം കൊടുത്തിട്ടില്ല, അന്വേഷണം നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? ആർക്കും ഉത്തരവാദിത്വം? ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, ആർക്കാണ് ഉത്തരവാദിത്വം?
പിന്നെയും ഉണ്ടല്ലോ കാണാതെ പോയ കേസുകൾ. ഇനിയിപ്പോൾ കാണുന്ന കേസുകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അവിടെ എന്തൊക്കെ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്ക് കുത്തഴിച്ച പുസ്തകം പോലെ ഈ സംവിധാനം പോയാൽ എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി പത്രം എന്ന് ഞാൻ ചോദിക്കുന്നില്ല.